ഉച്ചയ്ക്കത്തെ ഊണ് കണ്ടോ? ഇത് ഇത്രയും കൂട്ടിയിട്ടാണ് ഞങ്ങളിന്ന് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം. ചോറിൻ്റെ അരി അവിടെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇന്നലെ പോയി മാങ്ങയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അച്ചാർ തീർന്നിട്ട് ഒരുപാട് ദിവസമായി. എന്നും മീനൊന്നും വാങ്ങിക്കാത്തത് കൊണ്ട് അച്ചാറൊക്കെ ഇവിടെ ആവശ്യമാണ്. അങ്ങനെ അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയൊക്കെ പുരവി വെച്ചിരുന്ന മാങ്ങയെ താളിച്ച് ഞാനങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പുളിയില്ലാത്ത മാങ്ങയാണ്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, വളരെ കുറവായിരുന്നു പുളിപ്പ്. അങ്ങനെ ഒരിത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്കുള്ള വെള്ളരിക്കയാണ് എടുത്തത്, അതങ്ങ് അരിഞ്ഞ് അടുപ്പിലാക്കാം. അതിനുശേഷം വിഴുക്ക് വരട്ടിയും തോരനും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വിഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് ഒടിയൻ പയറും, തോരന് വേണ്ടിയിട്ട് അമരക്കായാണ് എടുക്കുന്നത്. അപ്പം ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച വെള്ളത്തിൽ ഞാൻ അമരക്കായും പയറും എല്ലാം കഴുകി അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഈ പയറിലോട്ട് നമുക്ക് സവാളയും പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അമരക്കായും കൂടി അരിഞ്ഞെടുക്കാം. ഈ അരിയലെന്ന് പറയുന്നത് അതൊരു മിനക്കെട്ട ജോലിയാണ്. ഈ അരിയൽ, തേങ്ങ തിരുവൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ പെട്ടെന്ന് കഴിയും. അതിനുശേഷം ഞാൻ അരപ്പ് റെഡിയാക്കുന്നുണ്ട്. തോരനും കറിക്കുമുള്ള അരപ്പാണ് ഇത്. അപ്പം അമരക്ക ആയതുകൊണ്ട് വേവുള്ളതല്ലേ, അപ്പം ഞാൻ ആദ്യമേ തന്നെ അരപ്പ് റെഡിയാക്കുമ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് അരപ്പ് അമരക്കായിലോട്ട് മാറ്റാം. അതിനുശേഷം തൈരൊക്കെ ഒഴിച്ച് നമുക്ക് കറിയുടെ അരപ്പും അങ്ങ് റെഡിയാക്കി എടുക്കാം. എന്തായാലും ഈ തോരനിൽ നമ്മൾ അരപ്പ് വെള്ളം ചേർക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ആദ്യം അരയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കത്തില്ല, അരപ്പ് മാറ്റും. കറിയെല്ലാം റെഡിയായി. അങ്ങനെ കറിയും ഉപ്പൊക്കെ ഇട്ട് ചൂടാക്കി ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് കറി ഒന്ന് താളിച്ചും കൂടി എടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ വെന്തു. ഇനി അതങ്ങ് ഊറ്റാം. അതിനുശേഷം രണ്ടടുപ്പിലായിട്ട് ഞാൻ വിഴുക്ക് വരട്ടിയും തോരനും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചു കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് താളിച്ചതിലോട്ട് പയറങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് ആവിയിൽ അതൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം തോരനുള്ളതും റെഡിയാക്കുന്നുണ്ട്. ഇതിൽ എണ്ണയിൽ ഒരിത്തിരി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിഴുക്ക് വരട്ടി റെഡിയായി, തോരനും റെഡിയായി. ഇനി കറി അങ്ങ് താളിച്ചെടുത്താൽ മുട്ടയും കൂടെ പൊരിച്ചാൽ നമ്മളെ ഉച്ചയൂണിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ മോൾക്ക് പച്ചമുളക് ഇട്ട് പൊരിക്കുന്ന മുട്ട ഇഷ്ടമല്ല. അവൾ ഇതേപോലെ ലാസ്റ്റ് ഒരിത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. അപ്പം മുട്ട പൊരിക്കുന്ന ജോലി മോളാണ് ഏറ്റെടുത്തത്. അങ്ങനെ മുട്ട പൊരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം.